നമസ്കാരം. ആദ്യ വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഫ്രാങ്കോയെ കോടതിയിൽ ഹാജരാക്കും. നെഞ്ചുവേദനയെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കന്യാസ്ത്രീ ബലാത്സംഗ കേസിലെ പ്രതി ഫ്രാങ്കോ മുളയ്ക്കൽ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. ബിഷപ്പിന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം തൃപ്പൂണിത്തുറയിൽ നിന്നും കോട്ടയം പോലീസ് ക്ലബ്ബിലേക്ക് കൊണ്ടുവരും വഴിയാണ് നെഞ്ചുവേദന അനുഭവപ്പെട്ടത്. ഇതേ തുടർന്നാണ് ഫ്രാങ്കോ മുളയ്ക്കലിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഫ്രാങ്കോ മുളയ്ക്കലിനെ ഇന്ന് പാലാ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. തെളിവെടുപ്പിനായി ഫ്രാങ്കോ മുളയ്ക്കലിനെ കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്ന് പോലീസ് കോടതിയിൽ ആവശ്യപ്പെടും. വിവരങ്ങളുമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് MS അനീഷ് കുമാറും പാലാ മജിസ്ട്രേറ്റ് കോടതിക്ക് സമീപത്ത് നിന്ന് ശ്യാം ദേവരാജും കോട്ടയം പോലീസ് ക്ലബ്ബിൽ നിന്ന് ശ്രീജിത്തും ചേരുന്നു. അനീഷിലേക്ക്. അനീഷ്, ഇന്നലെ അറസ്റ്റ് കഴിഞ്ഞ് കോട്ടയത്തേക്ക് കൊണ്ടുവരും വഴിയാണ് ഫാദർ ഫ്രാങ്കോ മുളയ്ക്കലിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത്. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഏത് തരത്തിലാണ്? ഡോക്ടർമാർ പരിശോധന കൂടുതലായി നടത്താനുള്ള ഒരു സാധ്യത ഏത് തരത്തിൽ? ജോയി, ഇപ്പോഴും ചില പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ആശുപത്രിയിൽ നിന്നും നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. ഇന്നലെ രാത്രി 12 മണിയോടെ ട്രോപ്പോയി ടെസ്റ്റ് എന്ന ഹൃദയാഘാത സാധ്യതകൾ പരിശോധിക്കുന്നതിനുള്ള ടെസ്റ്റ് നടത്തിയിരുന്നു. ഇതിനുശേഷം ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടി വീണ്ടും ഈ പരിശോധന നടത്തിയതായാണ് നമുക്ക് അകത്തുനിന്നും മനസ്സിലാക്കുന്ന വിവരം. ഇതിന് ശേഷമാവും ഹൃദയാഘാത സാധ്യതകളുണ്ടോ അല്ലെങ്കിൽ മറ്റ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിഗണിച്ച ശേഷമാവും ആശുപത്രിയിൽ നിന്നും അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരിക. എന്തായാലും ഏറെ വൈകിയാണ് പുറത്തേക്ക് എത്തിക്കാൻ പറ്റുന്നതെങ്കിൽ നേരിട്ട് ഇവിടെ നിന്നും പാലാ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ആലോചനകളാണ് പോലീസ് നടത്തുന്നത്. ഒരുപക്ഷെ ഇത് സാധ്യമായില്ലെങ്കിൽ മജിസ്ട്രേറ്റിനെ ഇവിടേക്ക് എത്തിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചും ആലോചിക്കുന്നു. എന്തായാലും ഇന്നലെ വൈകുന്നേരത്തെ പരിശോധനയിൽ രക്തസമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൃപ്പൂണിത്തുറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നടത്തിയ പരിശോധനയിലും അദ്ദേഹത്തിൻ്റെ രക്തസമ്മർദ്ദ നിരക്ക് ഏറിയ നിലയിലായിരുന്നുവെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിനുശേഷമുള്ള യാത്രക്കിടെയാണ് അദ്ദേഹത്തിന് അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നു എന്ന് അറിയിച്ചത്. തുടർന്ന് 10:15 മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇപ്പോൾ കാർഡിയാക് തൊറാസിക് ഇൻപേഷ്യൻ്റ് വിഭാഗത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ മുറിക്കുള്ളിലാണ്, ഈ കെട്ടിടത്തിനുള്ളിലാണ് ഫ്രാങ്കോ ഉള്ളത്. വലിയ സുരക്ഷാ സന്നാഹങ്ങളും പോലീസ് ഈ ആശുപത്രിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. എന്തായാലും ആരോഗ്യ പ്രശ്നങ്ങൾ വലിയ ഗുരുതരമല്ലെങ്കിൽ സാധാരണ രീതിയിൽ അദ്ദേഹത്തിന് പോകാൻ കഴിയുമെങ്കിൽ ആശുപത്രിയിൽ നിന്നും രാവിലെ തന്നെ അധികം വൈകാതെ ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് അറിയിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. 5 മണിയോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ രക്തം പരിശോധിക്കുന്നതിനായി വീണ്ടും എടുത്തിരുന്നു. ഈ പരിശോധനയുടെ ഫലം അല്പസമയത്തിനകം കിട്ടും എന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. ജോയി, ഞാൻ അനീഷിലേക്ക് എത്താം. ഇപ്പോൾ പാലാ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം, ഇന്ന് 11 മണിയോടുകൂടി അവിടെ എത്തിച്ച് ക്രമങ്ങൾ പൂർത്തിയാക്കാമെന്നാണ് പോലീസ് കരുതുന്നത്. പക്ഷേ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഫ്രാങ്കോ മുളയ്ക്കൽ. ഒരുപക്ഷെ ആശുപത്രിയിൽ തുടരേണ്ട ഒരു സാഹചര്യം വന്നാൽ അവിടേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? നിലവിൽ ആശുപത്രിയിൽ കഴിയുന്ന ഫ്രാങ്കോ മുളയ്ക്കലിനെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില കൂടി പരിശോധിച്ച ശേഷമാകും എപ്പോൾ കോടതിയിൽ ഹാജരാക്കണം എന്ന കാര്യത്തിൽ പോലീസ് തീരുമാനമെടുക്കുക. കാരണം ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു പ്രതിയുടെ അവകാശം കൂടിയാണ്. അതിന് അപ്പുറത്തേക്ക് പോലീസിന് പോകാനാവില്ല. അത്തരം കാര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി 8 മണിയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇന്ന് വൈകുന്നേരത്തെ അതേ സമയത്തിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടതുണ്ട്. പാലാ മജിസ്ട്രേറ്റിന് മുന്നിലാണ് ഹാജരാക്കേണ്ടത്. ഇന്ന് ആശുപത്രിയിലല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് രാവിലെ തന്നെ ഹാജരാക്കുന്ന ഒരു സാഹചര്യം ഒരുങ്ങുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ന് രാവിലെ ഹാജരാക്കുമെന്ന് പറയാനാവില്ല. കാരണം ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ ആരോഗ്യസ്ഥിതി കൂടി പരിശോധിച്ച ശേഷമാകും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക.
11 മണിക്കാണ് കോടതി നടപടികൾ ആരംഭിക്കുന്നത്. 11 മണിക്ക് കോടതി നടപടികൾ ആരംഭിച്ചാൽ ഏതാണ്ട് ഉച്ചയ്ക്ക് 1 മണി വരെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കോടതിയുടെ നടപടികളായിരിക്കും പുരോഗമിക്കുക. അതുകൊണ്ട് ആ സമയത്ത് റിമാൻഡ് പ്രതികളെ സാധാരണ ഹാജരാക്കുന്നത് കോടതി നടപടികൾ തുടങ്ങുന്ന രാവിലെ 11 മണിക്കാണ്. ഫ്രാങ്കോ മുളയ്ക്കലിനെ ഹാജരാക്കിയാൽ കോടതിയുടെ നടപടികൾ നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. അത് കോടതിയുടെ മറ്റ് നടപടികളെയും ബാധിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. കാരണം ഇന്നത്തേക്ക് തീരുമാനിച്ചിരിക്കുന്ന മറ്റ് നിരവധി കേസുകളുണ്ട്. അത്തരം കേസുകളുടെ കാര്യത്തിൽ അതിൻ്റെ കാര്യത്തിൽ സ്വാഭാവികമായും ഒരു വൈകും. അതുകൊണ്ട് തന്നെ റോൾ കോൾ എന്ന് പറയുന്ന ആ സംവിധാനം രാവിലെ 11 മണി മുതൽ കേസ് വിളിക്കുന്ന സമയത്ത് ഫ്രാങ്കോ മുളയ്ക്കലിനെ ഹാജരാക്കാൻ സാധ്യതയില്ല. ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം ആകാനും മതി. കാരണം രാത്രി 8 മണി വരെ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയാൽ മതി. ഒരുപക്ഷെ ആരോഗ്യസ്ഥിതിയിൽ മോശമാണ്, അല്ലെങ്കിൽ അത്തരം റിപ്പോർട്ടുകൾ എന്തെങ്കിലും വന്നാൽ മജിസ്ട്രേറ്റിനെ അവിടേക്ക് എത്തിക്കുക എന്നൊരു സംവിധാനവും പോലീസ് അതിനെപ്പറ്റിയും ആലോചിക്കും. കാരണം മജിസ്ട്രേറ്റ് എവിടെയാണോ അവിടെയാണ് കോടതിയായി കണക്കാക്കുന്നത്. മജിസ്ട്രേറ്റ് മാത്രമുള്ള ഒരു വിവേചനാധികാരവും പ്രത്യേക അധികാരവുമാണ്. അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തിയാലും റിമാൻഡ് ഉൾപ്പെടെയുള്ളവ രേഖപ്പെടുത്താനാവും. അത് കോടതി ആ സമയം അത് കോടതിയായി കണക്കാക്കുകയും ചെയ്യും. പിന്നീട് ഒരുപക്ഷെ റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ ആരോഗ്യാവസ്ഥ കണക്കിലെടുത്ത് ആ പ്രത്യേക പ്രദേശം, അതായത് ആ ആശുപത്രിയെ ജയിലായി, ആശുപത്രിയിൽ ആ മുറിയെ ജയിലായി കണക്കാക്കുക എന്നതാണ് സാധാരണ നിയമവും, അല്ലെങ്കിൽ അതാണ് പിന്തുടരുന്ന ഒരു രീതിയും. അതുകൊണ്ട് തന്നെ ഇതിലെന്ത് സംഭവിക്കും? പല മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുമോ അതോ മജിസ്ട്രേറ്റ് അവിടേക്ക് എത്തി റിമാൻഡ് നടപടികൾ സ്വീകരിക്കുമോ എന്ന കാര്യത്തിലാണ് ഇനി നമുക്ക് അറിയാനുള്ളത്. എന്തായാലും ആശുപത്രിയിൽ കഴിയുന്ന സ്ഥിതിക്ക് എന്തായാലും രാവിലെ കോടതിയിൽ ഹാജരാക്കില്ല. പക്ഷേ പോലീസ് ഇക്കാര്യത്തിൽ ആരോഗ്യനില കൂടി പരിശോധിച്ച് തീരുമാനമെടുത്ത ശേഷമാകും കോടതിയിൽ ഹാജരാക്കണോ അതോ മജിസ്ട്രേറ്റിനെ ആശുപത്രിയിലേക്ക് എത്തിക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. രാവിലെ 11 മണി സമയത്ത് ഹാജരാക്കാനും വലിയ സാധ്യതയില്ല. അതിനുശേഷമാകും, ഉച്ചയ്ക്ക് ശേഷമാകും അങ്ങനെയെങ്കിൽ ഇത്തരം നടപടികൾ പുരോഗമിക്കുക. ശ്യാമിലേക്ക് എത്താം. കോട്ടയം പോലീസ് ക്ലബ്ബിൽ നിന്ന് ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഇപ്പോൾ ശ്യാം പറഞ്ഞതുപോലെ നടപടിക്രമങ്ങൾ അതിനി ഏത് തരത്തിൽ വേണം എന്ന് തീരുമാനമെടുക്കേണ്ടത് പോലീസാണ്. ഇപ്പോൾ ഫ്രാങ്കോ മുളയ്ക്കൽ ആശുപത്രിയിലാണുള്ളത്. അവിടെ ചികിത്സ തുടരുകയാണ്. ഏത് തരത്തിലാണ് ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളത് ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമായിരിക്കും. എന്തായിരിക്കും പോലീസിന്റെ ഇനിയുള്ള മുന്നോട്ടുള്ള നീക്കങ്ങൾ? തീർച്ചയായും ഡോക്ടർമാരെ കേൾക്കുക എന്നത് തന്നെയായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നലെ രാത്രിയും പലതരത്തിലുള്ള പരിശോധനകൾ ഫ്രാങ്കോയ്ക്ക് പൂർത്തിയായി കഴിഞ്ഞതാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കോട്ടയം പോലീസ് ക്ലബ്ബിൽ ഇന്നലെ ഫ്രാങ്കോയെ കൊണ്ടുവരും എന്ന പ്രതീക്ഷയിൽ രാത്രിയിൽ വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിരുന്നു. ഈ പോലീസ് ക്ലബിൻ്റെ വിവിധ പരിസരങ്ങളിലായി 100ഓളം പോലീസുകാരെ വിന്യസിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ പോലീസുകാരനെ പൂർണ്ണമായും പിൻവലിച്ചിരിക്കുകയാണ്. ഈ ഒരു പോലീസ് ക്ലബിൽ ഇപ്പോൾ പോലീസുകാരും തന്നെ കാവലില്ല എന്നതാണ്. ഇത് വളരെ വ്യക്തമായൊരു സൂചന കൂടി നൽകുന്നുണ്ട്. ഫ്രാങ്കോ ഈ റിമാൻഡിൽ വാങ്ങുകയും ഈ വരുന്ന 3 ദിവസം ഇവിടെ തുടരുക എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ ഒരു നീക്കം. ഇവിടെ വെച്ച് ചോദ്യം ചെയ്യുക, ബാക്കി ചോദ്യം ചെയ്യൽ, തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകുക എന്നായിരുന്നു പോലീസിൻ്റെ ഒരു തന്ത്രം. പക്ഷേ അത് എല്ലാം തൽക്കാലത്തേക്ക് മാറുകയാണ്. ഫ്രാങ്കോ ആശുപത്രിയിൽ തന്നെ തുടരും. ഈ രാവിലെ ഈ മണിക്കൂറുകളിലൊന്നും തന്നെ ഫ്രാങ്കോ ഇവിടെ എത്തില്ല എന്നത് കൂടിയാണ് ഇത് വ്യക്തമാക്കുന്നത്. അതായത് മെഡിക്കൽ കോളേജിൽ തുടരുകയും തുടർന്ന് അവിടെ നിന്ന് ആവശ്യമെങ്കിൽ ഇന്ന് രാത്രി ശ്യാം പറഞ്ഞതുപോലെ രാത്രി 8 മണി വരെ സമയമുണ്ട്. ഒരു പക്ഷേ കാര്യമായ അസുഖങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞ ശേഷം ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയാലും മതിയാകും. അങ്ങനെയൊക്കെയുള്ള നീക്കങ്ങളായിരിക്കും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ MS അനീഷ് കുമാർ സൂചിപ്പിച്ച പോലെ തന്നെ ഡ്രോപ്പ് ടെസ്റ്റ് ഇന്നലെ രാത്രിയും വന്ന സമയത്തും എടുത്തതാണ്. അതിൽ ചെറിയ ചില വേരിയേഷൻ കണ്ടിരുന്നു. ഇന്ന് രാവിലത്തെ കൂടി പരിശോധന പൂർത്തിയാകേണ്ടതുണ്ട്. കാരണം ഇന്നലെ അധികൃതർ സൂചിപ്പിച്ചത് ഇന്നലെ പകലുണ്ടായ സംഭവവികാസങ്ങൾ, കഴിഞ്ഞ 3 ദിവസങ്ങളിലുണ്ടായ സംഭവവികാസങ്ങൾ, ഈ വരുന്ന വഴിക്ക് ഉണ്ടായ വലിയ കൂക്കിവിളികൾ, പല സ്ഥലത്തും ഫ്രാങ്കോയെ ആളുകൾ കൂടി നിന്ന് കൂക്കി വിളിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതെല്ലാം മാനസികമായി തളർത്തിയിട്ടുണ്ടാകും.
സ്വാഭാവികമാണ് ഇത്തരത്തിൽ വലിയ രക്തസമ്മർദ്ദവും ECGയിൽ ചെറിയ വേരിയേഷനും ഒക്കെ ഉണ്ടാകുക. പക്ഷേ ഈ ഡ്രോപ്പ് ടെസ്റ്റ് ഹൃദയാഘാതം ഉണ്ടാകുമോ എന്ന് പരിശോധിക്കുന്നതിനുള്ള ഒരു ടെസ്റ്റാണ്. അതാണ് ഇന്ന് രാവിലെ 5 മണിക്ക് അവിടെ നടത്തിയത്. അതിൻ്റെ ഫലം തീർച്ചയായും നിർണായകമാണ്. അതിൻ്റെ ഫലം തന്നെയായിരിക്കും ഡോക്ടർമാരെ സംബന്ധിച്ചും ഇക്കാര്യത്തിലൊരു നിർണായകമായ നിലപാടെടുക്കാൻ കഴിയുക. ഏതാണ്ട് അരമണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെയാകും ഈ ടെസ്റ്റിൻ്റെ റിസൾട്ട് അറിയാനുള്ള കാലതാമസവും. ജോയ്, ശ്രീജിത്ത്, ഒരു കാര്യം കൂടി, ഇന്നലെ തെളിവെടുപ്പ് നടത്തിയിരുന്നു. 3 ദിവസമായി നടന്ന തെളിവെടുപ്പാണ്. കൂടുതൽ കാര്യങ്ങൾ പോലീസിന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു. അതുകൊണ്ട് തന്നെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതും. SP ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണം നടത്താൻ വിസമ്മതിച്ചു. എങ്കിൽ കൂടിയും ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ ഏത് തരത്തിൽ കൂടിയാണ്? തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നു മുതൽ ആയിരിക്കും. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും ആരംഭിക്കുക. മൊഴിയെടുപ്പിൽ വളരെ വിശദമായ നിരവധി തെളിവുകൾ മൊഴിയുടെ ഭാഗമായി തന്നെ വന്നിട്ടുണ്ട് എന്നതാണ് SP വ്യക്തമാക്കുന്നത്. ഇക്കാര്യത്തിൽ തീർച്ചയായും കേസന്വേഷണം ഏതാണ്ട് ഒരു പകുതിയിലധികം ഘട്ടം കന്യാസ്ത്രീയുടെ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ തന്നെ പൂർണ്ണമായതാണെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഫ്രാങ്കോയുടെ മൊഴി കൂടി രേഖപ്പെടുത്തേണ്ടതുണ്ട് ഇനിയും. കാരണം ഇതെല്ലാം ഈ കേസന്വേഷണം തീർച്ചയായും ഇതിൻ്റെ അവസാന ഘട്ടത്തിൽ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഫ്രാങ്കോ പറഞ്ഞ മൊഴികളിലുള്ള ചില കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ടാകും. സ്വാഭാവികമായും ചിലരുടെ കൂടി മൊഴിയെടുക്കേണ്ട വരുന്ന സാഹചര്യം പോലീസിനെ സംബന്ധിച്ച് നിർണായകമാണ്. ഇതൊക്കെ രേഖപ്പെടുത്താനും ആവശ്യത്തിലധികം നിരവധി സമയം മുന്നിൽ കിടപ്പുണ്ട്. കാരണം അറസ്റ്റ് ഇന്നലെ മാത്രമാണ് രേഖപ്പെടുത്തിയത്. കുറ്റപത്രം ഇനി 90 ദിവസത്തിന് ഉള്ളിൽ മാത്രം സമർപ്പിച്ചാൽ മതി. പക്ഷേ ഇതിനകം തന്നെ 86 ദിവസം അന്വേഷണം നടത്തിയൊരു കേസ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ കേസിന്റെ നിർണായകമായ എല്ലാ കാര്യങ്ങളും ഇതിനകം തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ നിന്നും അനീഷ് കുമാർ, ഒപ്പം തന്നെ പാലാ മജിസ്ട്രേറ്റ് കോടതിക്ക് സമീപത്ത് നിന്ന് ശ്യാം ദേവരാജ്, കോട്ടയത്ത് നിന്ന് ശ്രീജിത്ത്. 1.5 വർഷത്തിനിടെ സംസ്ഥാനത്ത് 12 വൈദികരാണ് വിവിധ കേസുകളിൽ അറസ്റ്റിലായത്. വീട്ടമ്മയുടെ പരാതിക്ക് പിന്നാലെ കന്യാസ്ത്രീയും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയതോടെയാണ് ബിഷപ്പും വൈദികരും അഴിക്കുള്ളിലായത്. കഴിഞ്ഞ 18 മാസത്തിനിടെ 12 വൈദികരെയാണ് പീഡന കേസുകളിൽ അഴിക്കുള്ളിലാക്കിയത്. കന്യാസ്ത്രീക്ക് പുറമെ മറ്റൊരു സ്ത്രീയും സഭയ്ക്കുള്ളിൽ തന്നെ വർഷങ്ങളോളം പീഡനത്തിനിരയായതായി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയതോടെയാണ് കൂടുതൽ അറസ്റ്റുകൾ നടന്നത്. കത്തോലിക്ക സഭയിലെ 48-കാരിയായ കന്യാസ്ത്രീയാണ് ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ പീഡന പരാതിയുമായി രംഗത്തെത്തിയത്. ഇക്കഴിഞ്ഞ ജൂൺ 27-നാണ് കന്യാസ്ത്രീ പോലീസിൽ പരാതി നൽകിയത്. 2014-16 കാലയളവിൽ 13 തവണ പീഡനത്തിനിരയാക്കിയെന്നാണ് കന്യാസ്ത്രീയുടെ പരാതി. 3 മാസത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിൽ എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടിമാറ്റി സെപ്റ്റംബർ 19-ന് വീണ്ടും ചോദ്യം ചെയ്യാൻ ബിഷപ്പിനെ വിളിച്ചു വരുത്തിയ ശേഷം 3 ദിവസം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു അറസ്റ്റ്. ഓർത്തഡോക്സ് സഭയിലെ വൈദികനായ ഫാദർ ബിനു ജോർജിനെതിരെ ഉയർന്ന പരാതിയിൽ ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തു. 2014-ൽ നടന്ന സംഭവമാണ് 30-കാരിയായ യുവതി വെളിപ്പെടുത്തിയത്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ ഫാദർ എബ്രഹാം മാത്യു, ഫാദർ ജോബ് മാത്യു, ഫാദർ ജെയ്സ് കെ ജോർജ്, ഫാദർ ജോൺസൺ വി മാത്യു എന്നിവരാണ് അറസ്റ്റിലായത്. കുമ്പസാര രഹസ്യം വെളിപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിലായിരുന്നു വൈദികർ അഴിക്കുള്ളിലായത്. കൊട്ടിയൂരിൽ വൈദികൻ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ കോടതിയിൽ വിചാരണ തുടങ്ങിയിരുന്നു. സെമിനാരി വിദ്യാർത്ഥിയെ അസ്വാഭാവിക പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ പരാതി നൽകിയതിന്റെ പക തീർക്കാൻ കർഷകനെ കഞ്ചാവ് കേസിൽ കുരുക്കിയ സംഭവത്തിൽ സെപ്റ്റംബർ 17-നാണ് കണ്ണൂരിൽ ഫാദർ ജെയിംസ് വർഗീസ് തെക്കേമുറിയിൽ അറസ്റ്റിലായത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ അറസ്റ്റോടെ കൊച്ചിയിലെ നിരാഹാര സമരത്തിന് സമാപനം. ഇന്ന് രാവിലെ 11-ന് കന്യാസ്ത്രീകളുടെ സാന്നിധ്യത്തിൽ സമരത്തിന് ഔദ്യോഗിക വിരാമമാകും. അറസ്റ്റ് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം എത്തിയതോടെ സമരം വിജയിച്ചതായി പ്രഖ്യാപിച്ചു. സേവ് സിസ്റ്റേഴ്സ് ആക്ഷൻ കൗൺസിൽ രാത്രി തന്നെ നിരാഹാര സമരം അവസാനിപ്പിച്ചിരുന്നു. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരാനാണ് സേവ് സിസ്റ്റേഴ്സ് സൗർ ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. തുടർ സമര നടപടികൾ ചർച്ച ചെയ്യാൻ കൊച്ചിയിൽ യോഗം ചേരും. ജനകീയ സമരമുന്നണി നേതാക്കൾ അണിനിരക്കുന്ന യോഗത്തിൽ പുതിയ സമരരീതികൾ ചർച്ച ചെയ്യും. കഴിഞ്ഞ 14 ദിവസമായുള്ള സമരത്തിൽ സാമൂഹിക സാംസ്കാരിക സാഹിത്യ പ്രവർത്തകർ, സംസ്ഥാനത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള പൊതുജനങ്ങൾ
സഭാവിശ്വാസികൾ എന്നിവർ സമാനതകളില്ലാത്ത പിന്തുണയാണ് സമരത്തിന് നൽകിയത്. ഫ്രാങ്കോ മുളയ്ക്കലിന്റെ അറസ്റ്റ് സംബന്ധിച്ച് സ്ഥിരീകരണം ലഭിച്ചതോടെ രാത്രി 14 ദിനം നീണ്ടുനിന്ന സമരത്തിന് കൊച്ചിയിലെ സമരപന്തലിൽ സമാപനമായി. കഴിഞ്ഞ 14 ദിവസമായി നിരാഹാരത്തിലായിരുന്ന സ്റ്റീഫൻ മാത്യുവാണ് നാരങ്ങാനീര് കഴിച്ച് ആദ്യം സമരം അവസാനിപ്പിച്ചത്. പിന്നാലെ പി ഗീത, അലോഷി ജോസഫ് തുടങ്ങിയ 7 പേരും. തുടർന്ന് സമരപന്തലിൽ മധുര വിതരണവും ആഹ്ലാദ പ്രകടനങ്ങളും നടന്നു. ന്യൂസ് 18 കൊച്ചി. പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു മാസത്തെ പെൻഷൻ ഈടാക്കുന്നത് സംബന്ധിച്ച് ചർച്ച ഇന്ന് നടക്കും. പെൻഷൻകാരുടെ സംഘടനകളുമായി ധനമന്ത്രി നടത്തുന്ന ചർച്ചയിൽ പ്രതിപക്ഷ സംഘടനാ പ്രതിനിധികൾ എതിർപ്പ് അറിയിക്കാം. ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു മാസത്തെ ശമ്പളം നൽകാൻ തയ്യാറാകാത്ത ജീവനക്കാർക്ക് വിസമ്മത കത്ത് നൽകാനുള്ള സമയവും ഇന്ന് അവസാനിക്കും. പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു മാസത്തെ പെൻഷൻ ഗഡുക്കളായോ അല്ലാതെയോ ഈടാക്കുന്നത് ചർച്ച ചെയ്യാനാണ് ധനമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം. ഒരു മാസത്തെ പെൻഷൻ നൽകാനാവില്ലെന്ന കടുത്ത നിലപാടിലാണ് പ്രതിപക്ഷ അനുകൂല സംഘടനകൾ. ചികിത്സാ ആവശ്യങ്ങൾ ഉൾപ്പെടെ പല ചെലവുകളുമുള്ളതിനാൽ പെൻഷൻ തുക മാത്രം വരുമാനമായുള്ള കുടുംബങ്ങൾക്ക് ഇത് പ്രതിസന്ധിയാവുമെന്നാണ് ഇവരുടെ വാദം. പ്രതിമാസം കിട്ടുന്ന തുച്ഛമായ പെൻഷൻ അല്ലാതെ മറ്റൊരു വരുമാന മാർഗവുമില്ല. അപ്പോൾ ഈ തുകയിൽ 60-70% തുകയും പെൻഷൻകാർ ചികിത്സയ്ക്കും മരുന്നുകൾക്കും വേണ്ടി വിനിയോഗിക്കുന്നവരും ബാക്കി തുക കൊണ്ട് ഉപജീവനം നടത്തുന്നവരുമാണ്. സർക്കാർ അനുകൂല സംഘടനയായ പെൻഷനേഴ്സ് യൂണിയൻ നിർദ്ദേശം സ്വാഗതം ചെയ്യുന്നു. എന്നാൽ യൂണിയൻ സ്വന്തം നിലയ്ക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ ഒരു തുക സമാഹരിച്ചു കഴിഞ്ഞു. ഇതിലേക്ക് സംഭാവന നൽകിയവർക്ക് ഇളവ് അനുവദിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. നിർബന്ധപൂർവ്വം ഒരു മാസത്തെ പെൻഷൻ എന്ന് പറഞ്ഞ് പിരിക്കാൻ പാടില്ല. ഇപ്പം തന്നെ ട്രഷറിയിൽ കുറേ പൈസ പിരിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ പെൻഷൻകാരും ഇതിനു വേണ്ടി പിരിച്ച തുകയാണ്. അവർ ഈ പിരിച്ച തുക ഇതിനകത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് തരണം എന്നുള്ളതാണ് ഞങ്ങളുടെ റിക്വസ്റ്റ്. ജീവനക്കാരുടെ ഒരു മാസത്തെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ സമ്മതമല്ലാത്തവർക്ക് അതറിയിക്കാനുള്ള അവസാന ദിവസം ഇന്നാണ്. പ്രതിപക്ഷ സർവീസ് സംഘടനകളിലെ അംഗങ്ങൾ ഇന്ന് കൂട്ടത്തോടെ വിസമ്മത കത്ത് നൽകും. ഇന്നലെ വരെ 800ഓളം ജീവനക്കാർ മാത്രമാണ് സാലറി ചലഞ്ചിനോട് നോ പറഞ്ഞത്. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഒരു മാസത്തെ വരുമാനത്തിലൂടെ 3800 കോടി രൂപ സമാഹരിക്കാമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. ന്യൂസ് 18 തിരുവനന്തപുരം. മഴക്കെടുതിയെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്താനെത്തിയ കേന്ദ്ര സംഘം ഇന്ന് കണ്ണൂർ ജില്ലയിൽ സന്ദർശനം നടത്തും. ആഭ്യന്തര വകുപ്പ് ജോയിന്റ് സെക്രട്ടറി AV ധർമ്മറെഡ്ഡി, ഗ്രാമവികസന മന്ത്രാലയം ഡയറക്ടർ ധരംവീർ ഝാ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ജില്ലയിലെത്തുക. മഴക്കെടുതി കൂടുതലുണ്ടായ ഇരിട്ടി താലൂക്കിലെ വിവിധ പ്രദേശങ്ങൾ സംഘം സന്ദർശിക്കും. കോഴിക്കോട്ടെ സന്ദർശനത്തിന് ശേഷം ജില്ലയിലെത്തുന്ന സംഘം നാളെ വൈകിട്ടോടെ വയനാട്ടിലേക്ക് തിരിക്കും. നിയുക്ത KPCC ഭാരവാഹികൾ ഇന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. നിയുക്ത KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നേതൃത്വത്തിലാണ് കൂടിക്കാഴ്ച. KPCC അഴിച്ചുപണി സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും. KPCC അധ്യക്ഷൻ ഉൾപ്പെടെ പുതിയ ഭാരവാഹികൾ ചുമതല ഏറ്റെടുക്കുന്ന തീയതിയും ഇന്ന് തീരുമാനിക്കും. ടാൻസാനിയയിൽ ജങ്കാർ മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 136ആയി. മരണസംഖ്യ ഉയരാൻ ഇനിയും സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. മരിച്ചവരുടെ മൃതദേഹങ്ങൾ വിക്ടോറിയ തടാകത്തിൽ നിന്ന് കണ്ടെത്തി. കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു. അപകടത്തിന്റെ കാരണം വ്യക്തമല്ല. അപകടത്തിൽ അന്വേഷണം ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. വാർത്തകൾ തുടരുന്നു. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വലിയ യാത്രാ വിമാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധന പൂർത്തിയായി. ഇൻഡിഗോ വിമാനം ഉപയോഗിച്ചാണ് ലാൻഡിംഗ് സംവിധാനങ്ങളുടെ പരിശോധന ഇന്നലെ നടന്നത്. പരിശോധനകൾ വിജയകരമായിരുന്നുവെന്ന് കിയാൽ MD അറിയിച്ചു. കണ്ണൂർ വിമാനത്താവളം അന്തിമ അനുമതിക്കായുള്ള സുപ്രധാന കടമ്പയും പൂർത്തിയാക്കി. വലിയ യാത്രാ വിമാനങ്ങൾ സുരക്ഷിതമായി ഇറക്കാനുള്ള സംവിധാനങ്ങളുടെ 2ാം വട്ട പരിശോധനയാണ് വിജയകരമായി നടന്നത്. ഇൻഡിഗോ ATR 72 വിമാനമാണ് DVOR സംവിധാനം പരിശോധിക്കുന്നതിനായി എത്തിയത്. ഇനി യാത്രാ വിമാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനകൾ ആവശ്യമില്ലെന്ന് കിയാൽ MD തുളസീദാസ് വ്യക്തമാക്കി. ഫ്ലൈറ്റ് ട്രയൽസിന്റെ ഈ ഭാഗം കഴിഞ്ഞു. ഈ 2 ശരിക്കും പറഞ്ഞാൽ 1 മതിയായിരുന്നു, ഇപ്പോൾ 2 ആയി. ഇനിയും പിന്നെ ILSന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഭാഗമായിട്ട് അവർ ഒരു ഫ്ലൈറ്റ് ട്രയൽസ് കൂടെ നടത്താൻ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഒരെണ്ണം കൂടെ വരും. പക്ഷേ അത് ഈ മാസം തന്നെ കാണും. ഇൻസ്ട്രുമെന്റ് ലാൻഡിംഗ് സംവിധാനത്തിന്റെ കൃത്യത ചെറുവിമാനം ഉപയോഗിച്ച് ഒരു തവണ കൂടി പരിശോധിക്കാൻ കിയാൽ ഉദ്ദേശിക്കുന്നുണ്ട്. DGCAയുടെ അനുമതി അധികം വൈകാതെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കിയാൽ. അതിനുശേഷമാകും വിമാനത്താവളത്തിന്റെ ഉദ്ഘാടന ചടങ്ങുകളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുക. ന്യൂസ് 18 കണ്ണൂർ. ചിക്കൻ രുചി വൈവിധ്യങ്ങളുടെ പെരുമയുമായി KTDCയുടെ കൊക്കരക്കോ ചിക്കൻ മേള. തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിലെ സായാഹ്ന റെസ്റ്റോറന്റിലാണ് മേള.
ഈ മാസം 23 വരെ മേള നടക്കും. നോൺ വെജ് ഐറ്റം ഇഷ്ടപ്പെടാത്ത മലയാളി ഉണ്ടാവത്തില്ല. അതിലിപ്പം ചിക്കൻ ഐറ്റംസ് ആണെങ്കിലോ പറയും കൂടെ വേണ്ട. നല്ല നാടൻ ചിക്കൻ പെരട്ടും ചിക്കൻ കറിയും പറയുമ്പം തന്നെ നാവിൽ രുചിയേറും. ഏതായാലും ചിക്കനിലെ കുറച്ച് വെറൈറ്റി ഐറ്റംസുകളായി നമുക്ക് പരിചയപ്പെടാം. നല്ല നാടൻ ചിക്കൻ പെരട്ട്, സുഗന്ധവ്യഞ്ജനങ്ങളടങ്ങിയ അട്ടപ്പടി വനസുന്ദരി ചിക്കൻ, കുരുമുളകും ഉള്ളിയും വിതറിയ ചെങ്കോട്ട ബോർഡർ ചിക്കൻ, നീലഗിരി ചിക്കൻ കുറുമ. തീർന്നില്ല, തനി നാടൻ രുചിക്കൊപ്പം വിദേശ രുചിക്കൂട്ടിൽ തയ്യാറാക്കിയ ഇന്തോനേഷ്യൻ ചിക്കൻ സ്റ്റൈൽ, ഗോവൻ ഗലീന ക്രാഫിക്കൽ ചിക്കൻ. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ചിക്കൻ വിഭവങ്ങളുടെ മേളയാണ് KTDC ഒരുക്കിയിരിക്കുന്ന കൊക്കരക്കോ. കറിയായും ഫ്രൈയായും വ്യത്യസ്ത രുചിയിലും ഭാവത്തിലും തീൻമേശയിൽ നിറയുമ്പോൾ വായിൽ വെള്ളമൂറും. കടൽ കടന്ന ചിക്കൻ വിഭവങ്ങളുടെ രുചി കൂടുതലായി ആളുകളിലേക്ക് എത്തിക്കുകയാണ് മേളയിലൂടെ ലക്ഷ്യമിടുന്നത്. നമ്മൾ ജമൈക്കൻ ജർക്ക് ചിക്കനുണ്ട്, ഗോവൻ ചിക്കനുണ്ട്, അങ്ങനെ പല ഏകദേശം ഒരു 15-16 വെറൈറ്റി ചിക്കൻ. കൂടാതെ ഞങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ചിക്കനുണ്ട്, ചിക്കൻ കലിപ്പ് എന്ന് പറഞ്ഞിട്ട്. അത് കലിപ്പ് വേറെ ഒന്നും കൊണ്ടല്ല, അതിൽ നമുക്ക് എന്തെങ്കിലും ഇത് ഫെസ്റ്റിവൽ ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും ഒരു സംതിങ് ആളുകൾ വരുമ്പോൾ അവർക്ക് ട്രിവാൻഡ്രത്ത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പേര്, എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേര്, അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമ്മളൊരു ചിക്കൻ ഡെവലപ്പ് ചെയ്തെടുത്താണ് കലിപ്പ് എന്ന് പറഞ്ഞിട്ട്. വൈവിധ്യമാർന്ന ചിക്കൻ വിഭവങ്ങളെ പെരുമയെപ്പറ്റി ഷെഫിന് പറയാനുള്ളത് ഇങ്ങനെ: 15ഓളം വ്യത്യസ്തമായ ചിക്കൻ വിഭവങ്ങളാണ് ഇതിലൂടെ ഞങ്ങൾ ഒരുക്കുന്നത്. ഇൻ്റർനാഷണൽ ഡിഷസ് മുതൽ കേരളത്തിൻ്റെ റീജിയണൽ, ഇന്ത്യയുടെ റീജിയണൽ ഡിഷസ് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചിക്കൻ ഫെസ്റ്റിവലാണ് നമ്മൾ ഇതിലൂടെ നിങ്ങൾക്കായി ഒരുക്കുന്നത്. രുചിഭേദങ്ങളുടെ കലവറയാണ് മേളയെന്ന് കഴിച്ചവർ. ഭക്ഷണം നല്ലതാണ്. കോഴി വെറൈറ്റി പല ഇതായിട്ടുള്ളതുണ്ട്. ഡിഫറെൻറ്റ് ടേസ്റ്റ് വളരെ നല്ലതാണ്. ഇതെല്ലാം ചിക്കൻ ബേസ്ഡ് ആണ്, വിത്ത് ടോട്ടലി ഡിഫറെൻറ്റ് ടേസ്റ്റ്. എല്ലാം വ്യത്യാസമായിട്ടുള്ള ടേസ്റ്റുകൾ. പല രുചിയിലൊരുങ്ങിയ ചിക്കൻ വിഭവങ്ങൾ കൊണ്ട് ദിനം പ്രതി രുചിയിൽ വൈവിധ്യം തീർക്കുകയാണ് മേള. എവിടുന്ന് തുടങ്ങണമെന്നറിയില്ല, അത്രയധികം വിഭവങ്ങളാണ് എൻ്റെ മുന്നിലുള്ളത്. നല്ല നാടൻ ചിക്കൻ തൊട്ട് നമ്മുടെ സ്പെഷ്യൽ കാന്താരി ചിക്കൻ വരെയുള്ള. ഏതായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒന്നും പറയാനില്ല, കിടിലൻ തന്നെ. ക്യാമറാമാൻ അരുൺ മാത്യുവിനോടൊപ്പം മനു വർഗീസ്, ന്യൂസ് 18.